അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഉലാസയുടെ 19ാമത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ വുളൂഇൻ്റെ സുന്നത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. 10 സുന്നത്തുകൾ നാം പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്ന 11ാമത്തെ സുന്നത്തിനെ കുറിച്ചാണ്. ദാലി മായുത്തുലബു ഫി സൊബിൽ ഓസിലി. നാം ഓരോ രൂപത്തിലുള്ള സുന്നത്തുകളും പഠിച്ചു വരികയാണ്. ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് മായുത്തുലബു ഫി സൊബിൽ ഓസിലി. കഴുകുന്ന സമയത്തും ചൊരിക്കുന്ന സമയത്തുമുള്ള സുന്നത്തുകൾ. ആ സമയത്തുള്ള സുന്നത്തുകൾ, അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നാം തുടക്കത്തിൽ ഉള്ളത് പറഞ്ഞു, തടവുന്ന സമയത്തുള്ളതും പറഞ്ഞു, വായയും മൂക്കും കഴുകുന്ന സമയത്തുള്ളതും പറഞ്ഞു. ഇനി നമുക്ക് കഴുകുന്ന സമയത്തുള്ളതാണ് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ചൊരിക്കുന്ന സമയത്ത് 11ാമത്തെ സുന്നത്ത് ദൽക്കുൽ അളായി, അവയവങ്ങൾ തേച്ചു കഴുകുക. കഴുകപ്പെടുന്ന അവയവങ്ങളൊക്കെ തേച്ചു കഴുകണം, അത് സുന്നത്താണ്. വഹുവ ദൽക്കി എന്ന് പറഞ്ഞാൽ ഇമ്രാറുൽ യദി അലൽ അളായി അൽ മസ്ഊലത്തി. കഴുകപ്പെടുന്നതായ അവയവങ്ങളുടെ മേൽ കയ്യിനെ നടത്തലാണ്. ഇമ്രാറുൽ യദി കൈകളെ നടത്തലാണ്. അലൽ അളായിൽ മസൂല കഴുകപ്പെടുന്നതായ അവയവത്തിൻ്റെ മേൽ കയ്യിനെ നടത്തലാണ്. സുന്ന അവയവങ്ങൾ തേച്ചു കഴുകൽ സുന്നത്താക്കപ്പെടും. ഖുറൂജ മിൻ ഹിലാഫി മാലിക്കിൽ ഹൈസു ഔജബ. മാലിക്കി ഇമാമിൻ്റെ അഭിപ്രായത്തിൽ വ്യത്യാസത്തിൽ നിന്നും പുറപ്പെടാൻ വേണ്ടി ഹൈസു ഔജബഹു, മൂപ്പരതിനെ നിർബന്ധമാക്കി. ഷാഫി മദ്ഹബ് പ്രകാരം തേച്ചു കഴുകൽ സുന്നത്താണ്. എന്നാൽ മാലിക്കി മദ്ഹബ് പ്രകാരം ഇവിടെ തേച്ചു കഴുകൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നും പുറപ്പെടാൻ വേണ്ടി അപ്പോൾ ഷാഫി മദ്ഹബും മാലിക്കി മദ്ഹബും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നും പുറപ്പെടാൻ വേണ്ടിയുമാണ് അവയവം തേച്ചു കഴുകൽ സുന്നത്താക്കിയത്. ഇനി 12ാമത്തത് സുന്നത്ത് നോക്കാം. തഹ്ലീലുൽ കശീഫിൽ ലിഹിയ വ ആരിളി. പിന്നിയ താടി തിക്ക് കെട്ടുക, അതുപോലെ സൈഡിലുള്ള താടി തിക്കു കെട്ടുക. തിങ്ങിയതായിരിക്കണം, നേരിയത്. പിന്നെ തിക്ക് എന്ന് പറയാനില്ലല്ലോ, നേരിയത്. തിങ്ങിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് മുഖത്തിൻ്റെ തൊലിയുടെ നിറം കാണുന്നുണ്ടെങ്കിൽ അത് നേരിയതാണ്. ഇനി തൊലിയുടെ നിറം കാണുന്നില്ല, മുഖത്ത് രോമം നിറഞ്ഞതാണ് കാരണമായിട്ട് തൊലിയുടെ നിറം കാണുന്നില്ലെങ്കിൽ അത് തിങ്ങിയ താടിയാണ്. നേരിയ താടിയാണെങ്കിൽ മുഖം കഴുകൽ നിർബന്ധമാണ്. പക്ഷേ തിങ്ങിയ താടിയാണെങ്കിൽ തിക്ക് തീർക്കൽ നിർബന്ധമാണ്. അൽ അഫ്ളലു ഏറ്റവും ശ്രേഷ്ഠമായത് തൈലീഹുവ ബി അസ്വാബിഹ യുംന മാൽ തക്രീകഹ. വലത് കൈകാലു വിരലുകൾ കൊണ്ട് തിക്കകറ്റലാണ് ഏറ്റവും നല്ലത്. മാ തഫരീഖഹ, ആ വിരലിൻ്റെ വിട്ട് പിടിക്കലോടെ. മിൻ അസ്ഫല, താടിയുടെ താഴ്ഭാഗത്ത് നിന്നാണ് തിക്കകറ്റേണ്ടത്. ബി ഉർഫത്തിൽ മുസ്തക്കില്ല, തനിച്ചതായ കോരൽ കൊണ്ട് നാം മുഖം കഴുകി അതിനുശേഷം ഒരു കോരൽ വെള്ളം വലതു കൈയിൽ എടുത്തിട്ട് താടിയുടെ താഴ്ഭാഗത്തു കൂടെ അങ്ങനെ വെള്ളം കയറ്റുക. അങ്ങനെ തിക്കകറ്റുക. അതാണ് താടി തിക്കകറ്റേണ്ടുന്ന അഫ്ളലായ രൂപം. ഇനി 13ാമത്തെ സുന്നത്ത് നോക്കാം. തഹ്ലീലുൽ അസ്വാബി, വിരലുകൾ തിക്കകറ്റുക. കൈകാലുകളുടെ വിരലുകൾ തിക്കകറ്റുക. അതെങ്ങനെയാണ്? കൂടി നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം എത്താതിരിക്കൽ ചെയ്യാം, സാധ്യത ഉണ്ടല്ലോ. അൽ അഫ്ളലു ഏറ്റവും ശ്രേഷ്ഠമായത് കൗനുഹു തിക്കകറ്റൽ അവലാണ് രണ്ടും. ഫിൽ യദൈനി, രണ്ട് കൈയും. ബിൽ തസ്തീക്കി, രണ്ട് കൈയും കോർക്കൽ കൊണ്ട്. കൈകളിൽ തിക്കകറ്റേണ്ടത് രണ്ട് കൈയും കോർക്കലാണ്. വഫിർ റിജ്ലൈനി, കാലുകളിൽ തിക്കകറ്റേണ്ട രൂപം. ബി ഇൻസരി യദിഹിൽ യുസ്റ മൻ അസ്ഫലൽ അസ്വാബി മുബ്തബിയൻ മിൻ ഹിൻസരിൽ റിജ്ലൈഹിൽ യുംന വ മുഹ്തമിയൻ കിൻസരിൽ യുസ്റ. വഫിൽ റിജ്ലൈനി, കാലിൽ ബിഹിൽ ഇൻസരി യദി യുസ്റ, ഇടതു കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട്. എങ്ങനെയാ തുടങ്ങേണ്ടത്? മിൻ അസ്ഫലിൻ അസ്വാബിയ, വിരലിൻ്റെ താഴ്ഭാഗത്തിലൂടെ ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങേണ്ടത്.
മുത്തസിമൻ ബി ഹിൻസരി റിജിലൈനി യുസ്ര, വലതുകാലിൻ്റെ ചെറുവിരലിൽ നിന്നും തുടങ്ങി മുത്തമിയൻ ബി ഹിൻസരിൽ യുസ്ര, ഇടതുകാലിൻ്റെ ചെറുവിരലിൽ കൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ വലതുകാലിൻ്റെ ചെറുവിരലിൽ കൊണ്ട് തുടങ്ങി ഇടതുകാലിൻ്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി ചെയ്യേണ്ടതായ രൂപം ഇടത് കൈയിൻ്റെ ചെറുവിരലിൽ കൊണ്ടാണ്. അതുപോലെ താഴ്ഭാഗത്ത് ഇടത് കൈയിൻ്റെ ചെറുവിരൽ മടക്കി പിടിച്ച് താഴ്ഭാഗത്തിലൂടെ തിക്കകറ്റലാണ് അഫ്ളലായ രൂപം, ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. അപ്പോൾ കൈകളിൽ ആണെങ്കിൽ കോർക്കൽ കൊണ്ടും 2 കൈയിൻ്റെ വിരലുകൾ ഇങ്ങനെ കോർത്താൽ മതി. കാലുകളിലാണെങ്കിൽ ഇനിവ യജിബു, തിക്കകറ്റൽ നിർബന്ധമാകും. മുൽത്തഫത്തി, പിരിഞ്ഞു കിടക്കൽ. ചില ആളുകൾക്ക് 2 വിരലുകൾ തമ്മിൽ പിരിഞ്ഞു കിടക്കും, കയറൊക്കെ പിരിഞ്ഞു കിടക്കുന്നത് പോലെ. അല്പം പിരിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെ തിക്കകറ്റൽ നിർബന്ധമാണ്. അതിൻ്റെ ഉള്ളിൽ വെള്ളം എത്തുകയും വേണമല്ലോ. ഇങ്ങനെ പിരിഞ്ഞു കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം എത്തില്ല. വെള്ളം എത്താതിരുന്നാൽ വുളൂ ശരിയാവുകയും ഇല്ല. അപ്പോൾ അവിടെ കുത്തിക്കയറ്റൽ നിർബന്ധമാണ്. യഹ്റുമു, എന്നാൽ തിക്കകറ്റലിനെ പിരിക്കൽ ഹറാമാകും. ഫിൽ മുൽത്തഹിമത്തി, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതാണെങ്കിൽ അവിടെ പ്രയാസമല്ലേ, ആ സമയത്ത് ഹറാമുമാണ്. ഏതായാലും കൈകാലുകളുടെ വിരലുകൾ തമ്മിൽ തിക്കകറ്റൽ അതും സുന്നത്തായ കാര്യമാണ്. ഇന്ന് നമ്മൾ 3 വിഷയമാണ് പറഞ്ഞത്. 1 അവയവങ്ങൾ തേച്ചു കഴുകുക, 2 തിങ്ങിയ താടി തിക്കകറ്റൽ, 3 വിരലുകൾ തിക്കകറ്റുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പാഠം അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.